ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യഭാമയുടെ മുന്നിൽ വെച്ച് പപ്പി ഇങ്ങനെ വിളിക്കാനല്ലോ ശാലിനി. അപ്പോൾ ശാലിനി വരാമെന്ന സമ്മതം നൽകാൻ കേട്ടോ. എന്നാൽ ഈ സമയം ഇനി സത്യഭാമ ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട് പപ്പിക്ക്. ഇനിയിപ്പം നിൻ്റെ ബിഗ് ഫ്രണ്ട് വരുന്നുണ്ടല്ലോ, ഇനി നിനക്ക് ഭക്ഷണം കഴിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം വിഷ്ണു ഒരുപാട് സന്തോഷത്തിലാവാണ്. അങ്ങനെ കാർത്തിക വിഷ്ണുവിനോട് പറയണേ, എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ശാലിനിയെയും അതുപോലെ മോളെയും ഒരു തവണയും കൂടി കാണാൻ പറ്റിയില്ലേ എന്ന് പറയുമ്പോൾ തീർച്ചയായും എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല എന്നിങ്ങനെ കാർത്തിക പറയുന്നുണ്ട് കേട്ടോ. അല്ല, വിഷ്ണു പറയുന്നുണ്ട് കേട്ടോ കാർത്തികയോട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ബർത്ത്ഡേയുടെ ആ ഒരു ഇതൊക്കെ വിഷ്ണു തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം കുഞ്ഞിനെ പോലും ഞെട്ടിക്കണമെന്ന ആ രീതിയിൽ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പപ്പി എണീറ്റ് വന്നപ്പോൾ ആ ഒരു ഡെക്കറേഷനൊക്കെ കണ്ട് ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. കാരണം പപ്പിക്ക് മുന്നിൽ കാണുന്ന കാഴ്ച തൻ്റെ ഫോട്ടോവും അതുപോലെ തന്നെ സത്യയുടെ ഫോട്ടോവും കൂടി വിഷ്ണു കൊടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു പോസ്റ്ററും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അത് കാണുന്ന പപ്പി ഒരുപാട് സന്തോഷത്തിലാവണേ. അങ്ങനെ പപ്പി തൻ്റെ അച്ഛനായ രോഹിത്തിനോട് ചോദിക്കുകയാണ്, അച്ഛ ഇത് ആരാ ചെയ്തത്, നല്ല ഭംഗിയുണ്ടെന്ന് പറയണേ. അപ്പോഴാണ് രാഘവൻ കയറി വരുന്നത് കേട്ടോ. അങ്ങനെ രാഘവനും ചോദിക്കുകയാണ്, ഇത് ആരാ മോനെ ചെയ്തത്, നല്ല ഭംഗിയുണ്ട്. എന്തായാലും ആ രണ്ട് കുഞ്ഞുങ്ങളുടെയും ഫോട്ടോ വെച്ച് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത് പറയാൻ വാക്കുകളില്ല എന്ന് പറയുമ്പോൾ, ഇത് ഞാനൊന്നല്ല ചെയ്തത്, വിഷ്ണു ബ്രോ ആണ് എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന പപ്പി പിണങ്ങി നിൽക്കുകയാണെങ്കിലും കൂടിയിട്ട് എൻ്റെ വിഷ്ണു അച്ഛന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എൻ്റെ ഈ സത്യയുടെയും പിറന്നാൾ എങ്ങനെ എഴുതി ഒരു ഫ്ലെക്സ് ഉണ്ടാക്കിയതിൽ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഒത്തിരി സന്തോഷമാവാണ് വിഷ്ണു ആണെങ്കിലോ തൻ്റെ കണ്ണും പുറത്തോട്ടിട്ട് നോക്കി നിൽക്കുകയാണ് തൻ്റെ മകളെയും അതുപോലെ തന്നെ ശാലിനിയെയും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നാൽ ഈ സമയം ആ വഴി സത്യഭാമ വരികയാണ്. അപ്പോൾ സത്യഭാമ ഹാളിൽ വന്നപ്പോൾ കാണുന്ന കാഴ്ച വലിയൊരു ഒരു സെറ്റിങ്സ് തന്നെ അവിടെ ചെയ്തിരിക്കുന്ന അത്രയും നല്ല ഭംഗിയുണ്ട്. പക്ഷെ താൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച സത്യയുടെയും പപ്പിയുടെയും ആ ഒരു ഹാപ്പി ബർത്ത്ഡേ ആയിരിക്കും. അതായത് അവരുടെ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ ഇങ്ങനെ സത്യയുടെയും പാപ്പിയുടെയും ഒരു ഫോട്ടോ ഉണ്ട്. എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ സത്യ പപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. പത്മിനി എന്നിട്ട് സത്യഭാമ എന്ന് എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അത് കാണുന്ന സത്യഭാമക്ക് അങ്ങ് കലി അടക്കാൻ കഴിയില്ല കേട്ടോ. സത്യഭാമ പറയും, ആരാണ് ഇതിവിടെ വെച്ചത്, ആരാണ് ഇതിവിടെ തൂക്കിയിട്ടത്, എന്തിന് ആ വൃത്തികെട്ട പെണ്ണിൻ്റെ ഫോട്ടോ ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന രാഘവൻ, എന്തിനാ ഭാമേ ഇങ്ങനെ നല്ലൊരു ദിവസമായി ഇനിയും കുഞ്ഞിനെ വേദനിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ, ഞാൻ ഇതൊരിക്കലും അനുവദിച്ചു തരില്ല, അവളുടെ ഫോട്ടോ അത് ഇവിടെ ആവശ്യമില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സത്യ പറയണേ, എൻ്റെ ബിഗ് ഫ്രണ്ട് അല്ലേ സത്യമ്മേ, അവളും ഞാനും ഒരേ ദിവസത്തിലല്ലേ ബർത്ത്ഡേ വരുന്നത്, പിന്നെ എന്താ കുഴപ്പം എന്നിങ്ങനെ സത്യ ചോദിക്കുകയാണ്. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ എനിക്ക് അവളെ ഇഷ്ടമല്ല എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം ഇത് ആരാണ് ഇത് ചെയ്തത്, അവൻ എൻ്റെ കൺമുന്നിൽ വരട്ടെ എന്ന് പറയാൻ കേട്ടോ. രോഹിത് നിന്നോടല്ലേ പറഞ്ഞത് ഇത് മര്യാദയ്ക്ക് ഈ ഫോട്ടോ ഇവിടുന്ന് വലിച്ചെറിയെന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന രോഹിത് പറയണേ, എന്തിനാ സത്യാമ്മേ അങ്ങനെ ചെയ്യുന്നത്, കാരണം ഇവിടെ ആര് കണ്ടാലും പത്മിനി സത്യാമ്മയുടെ കൊച്ചുമോൾ, എന്നാൽ സത്യഭാമയുടെ പേരെന്ന് കരുതും. അപ്പോൾ പത്മിനി സത്യഭാമ എന്നല്ലേ ചിന്തിക്കുള്ളൂ എന്ന് പറയുമ്പോൾ സത്യഭാമ അത് ശരിയാലോ എന്നിങ്ങനെ ചിന്തിച്ച് പോവാണ് കേട്ടോ. അതുകൊണ്ട് എന്തിനാ അങ്ങനെ ടെൻഷൻ ആവുന്നതെന്ന് പറഞ്ഞ് വാക്കുകൾ കൊണ്ട് തട്ടിമാറ്റാണ്. അപ്പോഴാണ് സത്യഭാമ വിളിച്ച അതിഥികളെല്ലാം വരുന്നത്. അപ്പോൾ ഇത് കാണുന്ന സത്യഭാമ ഈ ഒരു ഫോട്ടോ വരുമ്പോൾ തന്നെ ഇതാണല്ലോ അവർ കാണുന്നത്. അപ്പോൾ ഇവർ പറയണം, ആഹാ ഇതേതേ ഒരു കുഞ്ഞ്, അതുപോലെ തന്നെ സത്യാമ്മയുടെ പേരും എഴുതിയിട്ടുണ്ടല്ലോ, ഇത്രയും ഇഷ്ടമാണ് കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയ്ക്കും, കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേര് എഴുതേണ്ടടുത്ത് ഇവിടെ സത്യാമ്മയുടെ പേരാണല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പപ്പി പറയണേ, എൻ്റെ അച്ഛമ്മ അങ്ങനെയാണ്, എന്തായാലും സത്യാമ്മയുടെ പേര് തന്നെയാണ് എൻ്റെ ബിഗ് ഫ്രണ്ടിൻ്റെയും കൂടി ഇങ്ങനെ ബർത്ത്ഡേ ആണെന്ന് പറയാം കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ സത്യാമ്മക്ക് ചെറിയൊരു അലിവൊക്കെ തോന്നാണ്, സത്യാമ്മയുടെ പേരാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കേട്ടോ. അങ്ങനെ അവർ പറയണേ, എന്തായാലും സത്യാമ്മ നിങ്ങൾ ഭാഗ്യവതിയാണ്, കാരണം നിങ്ങളുടെ പേരിലുള്ള ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ അല്ല ഇവിടെ കഴിക്കാൻ പറ്റുന്നത്. അതുമല്ല ഇങ്ങനെയൊക്കെ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാവുള്ളൂ, വേറൊരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ സ്വന്തം പേരക്കുട്ടിയുടെ കൂടെയൊക്കെ കഴിക്കുക എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് തന്നെയാണ് ആഘോഷിക്കാനൊക്കെ കഴിയുള്ളൂ എന്നിങ്ങനെ സത്യാമ്മയോട് പറയുമ്പോൾ സത്യാമ്മക്ക് ഒരുപാട് സന്തോഷമാവണം കേട്ടോ. എന്നാൽ ഇപ്പുറത്താണെങ്കിൽ ശാലിനി യാത്രയാവാണ്. ശാലിനി ഇങ്ങനെ വിഷ്ണുവിൻ്റെ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, വിഷ്ണുവിൻ്റെ അരികത്തോട്ട്. അപ്പോൾ ശാലിനി
ശാലിനി ഇങ്ങനെ നല്ല സന്തോഷ നിമിഷമാണ്. തൻ്റെ വിഷ്ണുവേട്ടനെ ഇനിയും ഒരു നോക്ക് കാണാൻ പോകല്, പിന്നെ തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ കൂടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ, തൻ്റെ മകളുടെ കൂടെ 2 മക്കളും ഒരുമിച്ച് ആ ഒരു കേക്ക് മുറി നടത്താനൊക്കെ തനിക്ക് കഴിയുന്നല്ലോ. ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ വരുമ്പോൾ സത്യ ചോദിക്കുകയാണ്, അമ്മേ ഇന്ന് പപ്പിയുടെയും എൻ്റെയും ബർത്ത്ഡേ ഒരേ ദിവസം വന്നത് അതെങ്ങനെയാണ് അമ്മേ? ഞങ്ങൾ ഇങ്ങനെ ബിഗ് ഫ്രണ്ട് ആയിട്ടും ഞങ്ങളുടെ ജനനം അങ്ങനെ വന്നത് എങ്ങനെ എന്ന് പറയുമ്പോൾ, അതെന്താ നിങ്ങൾ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളല്ലേ എന്നിങ്ങനെ പറയണം. എന്താ അമ്മ പറഞ്ഞത്? ഞങ്ങൾ ഒറ്റൊരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ്. ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് തപ്പി പിടിക്കുകയാണ്. അപ്പോൾ തന്നെ അമ്മ പറഞ്ഞത് എന്താ എന്നിങ്ങനെ സത്യ ചോദിക്കുക. അപ്പോൾ തന്നെ നീ എപ്പോഴും നിൻ്റെ പപ്പിയെ ബിഗ് ഫ്രണ്ട് എന്നല്ലേ പറയുന്നത്? അപ്പോൾ ബിഗ് ഫ്രണ്ട് പറഞ്ഞാൽ അവളുടെ അച്ഛനും അമ്മയും നിൻ്റെ അച്ഛനും അമ്മയല്ലേ, അതുപോലെ തന്നെ നിൻ്റെ അമ്മ അവളുടെ അമ്മയല്ലേ? അങ്ങനെയാണ് ഇല്ലേ? അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നിട്ടാ. അങ്ങനെ ശാലിനി നെഞ്ചത്ത് കൈവെക്കണം. ഈശ്വര രക്ഷപ്പെട്ടു, കുഞ്ഞിൻ്റെ ഇടയിൽ ഞാൻ തന്നെ ഒരു വിടിവള്ളി ഇട്ട് കൊടുത്തു എന്ന ആ ഭാവത്തിൽ ശാലിനി ഇങ്ങനെ നിൽക്കണം കേട്ടോ. എന്നാൽ ഈ സമയം വിഷ്ണു ആണെങ്കിലോ ശാലിനിയെ കാണാനില്ല. അപ്പോൾ ശാലിനിയെ കാണാൻ വേണ്ടിയിട്ട് ഉമ്മറത്ത് വന്ന് നിൽക്കുകയാണ്. അവൾ എവിടെ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സത്യമാണെങ്കിൽ കാറിലിരുന്ന് പറയുന്നുണ്ട്, അമ്മയുടെ സെലക്ഷൻ പറയാതിരിക്കാൻ വയ്യ, അത്ര നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് എനിക്ക് എടുത്ത് തന്നിരിക്കുന്നത്. എന്തായാലും പപ്പിക്കും ഇതുപോലൊക്കെ തന്നെയല്ലേ അമ്മ എടുത്തിട്ടുള്ള? അങ്ങനെ തന്നെ, നിങ്ങൾ രണ്ടാളും എൻ്റെ മക്കളല്ലേ എന്ന് വീണ്ടും ആവർത്തിക്കുമ്പോൾ സത്യ വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ, അമ്മ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് പറയാം കേട്ടോ. അപ്പോൾ ശാലിനിയാണെങ്കിൽ കുഞ്ഞിൻ്റെ മുന്നിലാകെ ഉരുണ്ട് കളിക്കുകയാണ്. കാരണം തനിക്കിനി അവളുടെ മുന്നിൽ ഒന്നും പറയാൻ കഴിയാത്ത ആ ഒരു അവസ്ഥയുണ്ടല്ലോ. അങ്ങനെ ശാലിനി വളരെ സന്തോഷത്തിൽ ഇങ്ങനെ വരികയാണ്. സത്യാമ്മ ഒരിക്കലും തൻ്റെ മുന്നിൽ കുനിയുമെന്ന് തോന്നിയതല്ല. സത്യാമ്മ എന്തായാലും എൻ്റെ 2 മക്കളെയും ഒരുമിച്ച് ഒരു ദിവസം എനിക്ക് ബർത്ത്ഡേ നടത്താൻ പറ്റുന്നല്ലോ എന്നുള്ള ആ സന്തോഷത്തിൽ ശാലിനി വരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സമ്മാനങ്ങളുമായിട്ടാണ് ശാലിനി വരുന്നത്. ഇതേ സമയം വിഷ്ണു ആണെങ്കിലോ തൻ്റെ ഭാര്യയെയും കാത്തിങ്ങനെ വിഷ്ണു കണ്ടും പുറത്തോട്ട് നിൽക്കുകയാണ്. അത്രയും ആ ഒരു ത്രില്ലിലാണ് വിഷ്ണു. ശാലിനിയെയും സത്യയെയും നേരിൽ കാണാൻ പറ്റുന്ന തൻ്റെ ആ ഒരു ഭാഗ്യമുണ്ടല്ലോ, അത് ആലോചിച്ച് വിഷ്ണു ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും സത്യങ്ങൾ ഇന്ന് അവളോടെല്ലാം ചോദിച്ചറിയണമെന്ന ആ ഒരു ഇതോടുകൂടി, അതുപോലെ തന്നെ തൻ്റെ മകൾക്ക് വലിയൊരു സർപ്രൈസ് തന്നെ കൊടുക്കണം, വലിയൊരു സമ്മാനം തന്നെ കൊടുക്കണം എന്നും വിഷ്ണു ചിന്തിക്കുന്നു കേട്ടോ. അങ്ങനെ വിഷ്ണു മനസ്സുകൊണ്ട് തന്നെ സത്യയുടെ അച്ഛനായി വിഷ്ണു ഒരുങ്ങിയിരിക്കുകയാണ്. ആ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് കുഞ്ഞിൻ്റെ ആഗ്രഹം പോലെ തന്നെ എന്തൊക്കെ കുഞ്ഞ് മനസ്സിൽ കരുതിയിരിക്കുന്ന ആ ആഗ്രഹങ്ങളെല്ലാം സത്യഭാമയ്ക്ക് മുന്നിൽ വെച്ച് തന്നെ വിഷ്ണു സാധിപ്പിച്ചു കൊടുക്കുന്ന ആ സീനാണ് കേട്ടോ റീമേക്കിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അങ്ങനെ ശാലിനിക്ക് ഒരുപാട് സന്തോഷമാവാണ്. തൻ്റെ 2 കുഞ്ഞുങ്ങളുടെയും ആ ഒരു ബർത്ത്ഡേ തനിക്ക് ആഘോഷിക്കാൻ കഴിഞ്ഞില്ല. ആ ഒരു ജന്മദിനത്തിൽ തൻ്റെ വിഷ്ണുവേട്ടന് അരികിൽ നിന്ന് തന്നെ ആ കേക്ക് മുറിക്കാൻ കഴിഞ്ഞല്ലോ. അത് ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നിങ്ങനെ ശാരദാമ്മക്ക് വിളിച്ച് പറയുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട്. ശാരദാമ്മ ചോദിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ നാളത്തെ എപ്പിസോഡിൽ വരുന്നത്. ശ്യാമയും രാഘവനും ആണെങ്കിലോ ശാലിനി വന്നു എന്നറിയുമ്പോൾ അവരുടെ ആ കാണാനുള്ള ആ ഒരു തിടുക്കമുണ്ടല്ലോ, അത് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെയാണ് രോഹിത്തിനുമുള്ളത് കേട്ടോ. സത്യഭാമ എന്തൊക്കെ പറഞ്ഞാലും രോഹിത്ത് തലയിട്ട് ആട്ടെങ്കിലും കൂടിയിട്ട് ശാലിനിയിൽ ഒരു സത്യമുണ്ട് എന്ന് തന്നെയാണ് രോഹിത്തിൻ്റെയും മനസ്സിലുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ റീമേക്ക് റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തും ഡെയിലി എപ്പിസോഡിൻ്റെ റിവ്യൂ എന്നും വൈകിട്ട് ഈ ചാനലിൽ ഇടുന്നതായിരിക്കും കേട്ടോ.